PSC പരീക്ഷ എഴുതാനായിട്ടുള്ള ഒരു ഒരുക്കമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ഘട്ട പ്രിലിംസ് പരീക്ഷ എഴുതാനായിട്ടാണ് പോകുന്നത്. 10ാം ക്ലാസ് നിലവാരത്തിലുള്ളൊരു പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദ്യ പാറ്റേൺ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം കമ്പനി ബോർഡ് LGS മുതലായിട്ടുള്ള എക്സാമുകളൊക്കെ വരുന്നത് കാരണം എങ്ങനെ ഉണ്ടാകും ഒരു 10th ലെവൽ പ്രിലിംസ് എക്സാം എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സാധാരണത്തെ പോലെ തന്നെ ഞാനൊരു അരമണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ എത്തിയിരുന്നു. എക്സാം ഹാളിൽ കയറിയപ്പോഴത്തേക്കും എനിക്ക് അത്ര കംഫർട്ടല്ലായിരുന്നു. കാരണം അവർ ഉപയോഗിക്കാതിരുന്നൊരു റൂമിലായിരുന്നു ഇത്തവണ എക്സാം നടത്തിയിരുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടിയുള്ള ബെഞ്ചും കുറച്ച് കൊതുകിൻ്റെ കടിയും ഒക്കെ കൊണ്ടിട്ടായിരുന്നു ഇത്തവണത്തെ പ്രിലിംസ് എക്സാം ഞാൻ എഴുതിയിരുന്നത്. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിശക്കും. അങ്ങനെ വിശപ്പൊക്കെ മാറ്റിയിട്ട് ഒരു വിധത്തിൽ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തി. ഇനി പരീക്ഷയെക്കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെവൽ പരീക്ഷയെ അപേക്ഷിച്ചിട്ട് ഇച്ചിരി എളുപ്പമായിരുന്നു 2ാം ഘട്ട പ്രിലിംസ്. കാരണം ആദ്യത്തെ പരീക്ഷയിൽ സയൻസ് ഭാഗങ്ങളൊക്കെ പുതിയ SCERTന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ 2ാം ഘട്ട പ്രിലിംസിൻ്റെ കാര്യം എടുക്കുമ്പോൾ അത് ഏകദേശം അതായത് ഒരു 98% പഴയ SCERTയിൽ നിന്ന് തന്നെയായിരുന്നു എക്സാം നടത്തിയിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, കറണ്ട് അഫെയർ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ട്രെൻഡിൽ. കാരണം ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫെയർസിൽ നിന്നിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ ഒരു മാറ്റം വന്നു. പിന്നെ ഭരണഘടനയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സബ് ക്ലോസ് ഉൾപ്പെടെ പഠിക്കണം എന്നുള്ളൊരു വാണിങ്ങും കൂടെ ആയിരുന്നു ഈ ഒരു പരീക്ഷ. എൻ്റെ ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതായത് 20 പേരിരിക്കുന്ന ക്ലാസ്സിൽ വെറും 12 പേര് മാത്രമേ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വെറും തുച്ഛമായിട്ടുള്ള വേക്കൻസി മാത്രമുള്ള കുറച്ച് പോസ്റ്റുകളുടെ ഒരു കോമൺ പ്രിലിംസ് ആയിരുന്നല്ലോ. അത് കാരണം ആയിരിക്കാം മേ ബി ആളിൻ്റെ എണ്ണം കുറവായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓർത്ത് നോക്കിയാൽ മനസ്സിലാകും, ഈ ഒരു വേക്കൻസിയിൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉള്ളവരായിരിക്കും പൊതുവെ എല്ലാവരും. അപ്പോൾ ആ ഒരു ടെൻഷൻ പരീക്ഷാ ഹാളിലും ഞാനത് ശ്രദ്ധിച്ചു. കാരണം അധികം ആരും അറ്റൻഡ് പോലും ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നത് കാരണം ഇത്തരത്തിലുള്ള പ്രിലിംസ് എക്സാം ആണെങ്കിലും, അതായത് ഈ വേക്കൻസി ഇല്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ പോലും പരീക്ഷകളൊന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു അഭിപ്രായം. PSCയുടെ പാറ്റേൺ പൊതുവെ മാറി മാറി വരുന്നത് കാരണം ആ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ന്യൂ SCERT എന്നുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു പ്രിലിംസിന്, അതായത് സെക്കൻഡ് സ്റ്റേജിൽ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റേജിൽ നല്ല രീതിയിൽ ന്യൂ SCERT ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സയൻസ് പോർഷനിലൊക്കെ നല്ല രീതിയിൽ ന്യൂ SCERT കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ പൊതുവെ എളുപ്പമുള്ള സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെക്കൻഡ് സ്റ്റേജ് തന്നെയാണ്. പിന്നെ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു എക്സാം ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു മേട്രൺ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെയാണ്. വേക്കൻസിയൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. എന്നാലും അതും പോയി എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എത്രത്തോളമാണ് PSC വ്യത്യാസം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ PSCയിൽ എന്തൊക്കെ വ്യത്യാസമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, പരീക്ഷാ രീതിയിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ മാർക്കെന്ന് പറയുമ്പോഴത്തേക്കും 84 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും 84 മാർക്കാണ് എനിക്ക് പ്രിലിംസ് എക്സാമിന് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും പഠിത്തം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാർക്കിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡും ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.